നമസ്കാരം. പശു ദൈവമാണെങ്കിൽ നിങ്ങൾ തന്നെ എടുത്തോ, നമുക്ക് തൽക്കാലം ആട് മതി. ബംഗാളിലെ മുസ്ലിം പണ്ഡിതന്മാരാണ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. BJP അധികാരത്തിലെത്തിയതിനു ശേഷം ബംഗാളിൽ ഈ കന്നുകാലികളെ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ, അവയെ അറക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പുതിയ ചില നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിട്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവൊക്കെ എടുത്തുകൊണ്ടാണ് ആ നിയമം ഇപ്പോൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു നീക്കം ബംഗാളിലെ പുതിയ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. എന്തായാലും കന്നുകാലികളെ അങ്ങനെ വിൽക്കാൻ പാടില്ല. 14 വയസ്സ് പൂർത്തിയാകണം അറക്കണമെങ്കിൽ. പ്രത്യേകിച്ച് ബലിപെരുന്നാളാണ് വരാൻ പോകുന്നത്. ഈ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് ബലികർമ്മം നടത്തണമെങ്കിൽ, ഉളുഹിയത്ത് നടത്തണമെങ്കിൽ നല്ല കന്നുകാലികളെ വേണം. ഇവിടെ ക്ഷീണിച്ച് ചാവാറായ കന്നുകാലികളെ മാത്രമേ അറുക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് പുതിയ നിയമം. അതുപോലെ 14 വയസ്സ് കഴിയണം, ജനന സർട്ടിഫിക്കറ്റ് വേണം. BJPയുടെ ഒരു MLA ആണ് ജനന സർട്ടിഫിക്കറ്റ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. പൊതുസ്ഥലത്ത് അറക്കാൻ പാടില്ല, പ്രത്യേകം കേന്ദ്രങ്ങളിൽ മാത്രമേ അറുക്കാൻ പാടുള്ളൂ. അങ്ങനെ പുതിയ പുതിയ ചില നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ മതപണ്ഡിതന്മാർ ഒരു നിലപാട് സ്വീകരിച്ചു, വേറിട്ട ഒരു നിലപാട്. അതായത് ആ പശുവിനെ നിങ്ങൾ അങ്ങ് എടുത്തോ, ഞങ്ങൾക്ക് പശു വേണ്ട. പ്രശ്നങ്ങളൊക്കെ അതോടുകൂടി തീർന്നു എന്നുള്ളതാണ്. നേരത്തെ UP-യിലും അതുപോലെ തന്നെ കർണാടകയിലുമൊക്കെ പശുരക്ഷാസേന എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ രംഗത്തുണ്ടായിരുന്നു. അവരുടെ ഈ പശുക്കടത്ത് അവരുടെ അറിവോടുകൂടെ മാത്രമേ നടത്താൻ കഴിയൂ എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം. അങ്ങനെ അവരുടെ അറിവോടുകൂടെ നടത്തിയാൽ അവർക്ക് കിട്ടാനുള്ളത് കിട്ടും. നാലണക്ക് വകയില്ലാത്ത ചില ആളുകളെ, അല്ലെങ്കിൽ ചില ആളുകൾ ഇത്തരത്തിലുള്ള ചില BJP ഗവൺമെന്റിന്റെ ഉത്തരവിന് പിന്നാലെ, അല്ലെങ്കിൽ അവർ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന് പിന്നാലെ അവർ പശുരക്ഷാ സേന എന്നൊക്കെ പറഞ്ഞ് അവരൊരു കമ്മിറ്റി ഉണ്ടാക്കും. എന്നിട്ട് അവരുടെ അറിവോടെ മാത്രമേ ഈ പശുവിനെ കൊണ്ടുപോകാൻ പാടൂ, പശുവിനെ അറക്കാൻ പാടൂ. അവരുടെ അറിവോടെ കൂടെ കൊണ്ടുപോകാം, അതിനൊരു പ്രശ്നവുമില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചില്ലറ കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ അവർ ഈ പശുക്കളെ അല്ലെങ്കിൽ കന്നുകാലികളെ കൊണ്ടുപോകുന്ന ആ വാഹനത്തിന് തീയിടും, കന്നുകാലികളെ തല്ലിക്കൊല്ലും. അവർക്ക് കൊല്ലാം, യാതൊരുവിധ കുഴപ്പവുമില്ല. അതിന്റെ ഭാഗമായി ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടാകും, വീട്ടിൽ കയറി ആക്രമണങ്ങൾ ഉണ്ടാകും. പെരുന്നാളിന് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ആളുകളെ പോലും അവർ വകവരുത്തും. അങ്ങനെ അവർക്ക് അഴിഞ്ഞാടാൻ കഴിയും. എന്തായാലും നിങ്ങൾ അങ്ങനെ അഴിഞ്ഞാടണ്ട. ഞങ്ങൾ എന്തായാലും ഇക്കാര്യത്തിൽ ബലം പിടിക്കാൻ തയ്യാറില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉളുഹിയത്ത് കർമ്മത്തിന് തൽക്കാലം ആട് മതി. എല്ലാവരും ആടിനെ വാങ്ങിച്ചറുക്കുക, കന്നുകാലി അവിടെ നിൽക്കട്ടെ. അത് അവരുടെ ദൈവമാണെങ്കിൽ, പുതിയ നിയമങ്ങൾ ഉണ്ടെങ്കിൽ, ആ നിയമങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കന്നുകാലികൾ അവിടെ നിൽക്കട്ടെ എന്നുള്ള ഒരു തീരുമാനം ബംഗാളിലെ മതപണ്ഡിതന്മാരെടുത്തിരിക്കുന്നു. അത്തരത്തിലൊരു ഉപദേശം അവിടുത്തെ വിശ്വാസികൾക്ക് കൊടുത്തിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരവസ്ഥ അത് വളരെ പരിതാപകരമാണ് ചില കർഷകരെ സംബന്ധിച്ചിടത്തോളം. BJP ഒരു പുതിയ നിയമം കൊണ്ടുവന്നു, അല്ലെങ്കിൽ പഴയ ഒരു നിയമം കുത്തിപ്പൊക്കിയത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ പെരുന്നാളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരുപാട് തുക ലോൺ എടുത്തുമൊക്കെ അവർ കന്നുകാലികളെ വാങ്ങിക്കൂട്ടി. ഈ കന്നുകാലികളെ വാങ്ങാൻ ആ പരിസരത്തേക്ക് ഇപ്പോൾ ഒരാളും പോകുന്നില്ല. ഞങ്ങൾക്ക് ആ സ്കൂളിലെ കഞ്ഞിയും വേണ്ട, ഉപ്മാവും വേണ്ട, ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പൊക്കളാം, ആടിനെ നടത്താലും കാര്യം നടക്കും. ഒന്നാമത് ക്ഷീണിച്ച് ചാവാറായ ക്ഷയിച്ച കന്നുകാലികളെ ഇത്തരത്തിലുള്ള കർമ്മത്തിന് പറ്റില്ല എന്നുള്ള ഒരു തീരുമാനം, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാൻ മതപണ്ഡിതന്മാർ തയ്യാറായി. അതിന്റെ ഭവിഷ്യത്ത് അവിടുത്തെ പാവപ്പെട്ട കർഷകർക്കാണ് ഉണ്ടായിട്ടുള്ളത്. അവരാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹൈന്ദവ വിഭാഗങ്ങളുടെ സംരക്ഷകർ എന്ന് പറഞ്ഞ് രംഗത്തെത്തിയ BJP ഈ ഹൈന്ദവ വിഭാഗവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കർഷകർക്ക് അവർ അവരുടെ അന്നം മുട്ടിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബംഗാളിൽ നിന്നും പുറത്തു വരുന്ന വാർത്ത. പശു ദൈവമാണെങ്കിൽ അത് നിങ്ങൾ എടുത്തോ, ഞമ്മക്ക് തൽക്കാലം ആട് മതി, ഞങ്ങൾ ആടിനെ അറുത്ത് പരിപാടി അവസാനിപ്പിച്ചോളാം എന്നൊരു നിലപാടെടുത്തിരിക്കുന്നു. എന്തായാലും ഈ ഒരു പണ്ഡിതന്മാരെ മാതൃകയാക്കണം എന്നാണ് എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന മറ്റ് സ്റ്റേറ്റുകളിലെ പണ്ഡിതന്മാരോട് പറയാനുള്ളത്, അവിടുത്തെ വിശ്വാസികളോട് പറയാനുള്ളത്. ഈ ബീഫ് കഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച്, അല്ലെങ്കിൽ അറക്കണം, കർമ്മം നടത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഇങ്ങനെ ഒരു നിലപാടെടുത്താൽ അതോടുകൂടെ തീരും ചില ആളുകളുടെ കുത്തിക്കഴപ്പ്. അതായത് ആടിനെ അറക്കുക, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ഇവരും കഴിക്കും, എല്ലാവരും കഴിക്കുന്ന സാധനമാണ്, ദൈവമാണ്, പശുവാണ്, പോത്താണ് എന്നൊക്കെ പറഞ്ഞ് ആരും പ്രശ്നമുണ്ടാക്കാൻ വരികയുമില്ല. എന്തായാലും പിന്നെ ആളുകൾ ഇതൊന്ന് വാങ്ങിക്കൂ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ BJP തന്നെ ഇടപെടേണ്ടി വരും. ഈ നിയമം കൊണ്ടുവന്ന ആളുകൾ തന്നെ ഇടപെടേണ്ടി വരും. അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം അവരെ ഉപരോധിക്കും. അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. അത്തരമൊരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. എന്തായാലും ഇതോടെ കുത്തിക്കഴപ്പ് ഏറെക്കുറെ തീർന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.